ഈ മുരളീധരൻ കുട്ടികൾക്ക് ബെഞ്ചിൽ മിഠായി വിതറിക്കൊടുത്ത് മാന്യതയായി തോന്നില്ല. പക്ഷെ ഇതിനെയൊക്കെ അയിത്തമായി കണക്കാക്കുന്ന ജാതി രാഷ്ട്രീയം ഇപ്പോഴും വർക്കാവും എന്നതിന്റെ തെളിവല്ല. യൂറോപ്പിയൻ ഈ മുരളീധരൻ്റെ ഒരു ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതും ഒരെണ്ണം കട്ട് ചെയ്യുന്നു, അതിനകത്തുനിന്ന് ഇറങ്ങി വരാത്തതും പിന്നെ ചിതറിയിട്ട് കൊടുക്കുന്നതും, അത് അവരുടെ മുന്നിലാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടായി. അങ്ങനെയാണെങ്കിൽ ഈ വിളമ്പാൻ തവി എന്തിനാ ഉപയോഗിക്കുന്നത്? അല്ലേ? കാര്യം അങ്ങോട്ട് കുറച്ചുകൂടെ ഇതാവില്ലേ? പല കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ? കയ്യിൽ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. വിളമ്പുന്നതിൻ്റെ തന്നെ പല പല എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിളമ്പുന്നത്. ഇതിനകത്ത് എന്താണ് ജാതി എന്ന് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഈ ഇരിക്കുന്ന കുട്ടികളുടെ ജാതി മനസ്സിലാക്കിയാണോ താൻ അതിനേക്കാൾ കൂടിയ ജാതിയാണ്, തനിക്ക് ഈ കുട്ടികളുമായി സമ്പർക്കം പാടില്ല എന്ന് മുരളീധരൻ കരുതി എന്ന് പറഞ്ഞാണല്ലോ മുരളീധരനെ ആക്ഷേപിക്കുന്നത്. ഇതിനൊക്കെ എന്താണ് തെളിവ്? ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം? അതിൻ്റെ ത്രൂ ഔട്ടൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു ഇതുമില്ല. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത മനുഷ്യരെ അപമാനിക്കുകയും നിന്ദിക്കുകയും ഡീഹ്യൂമനൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ഈ കമന്റ് പോലും ഞാൻ കാണുന്ന ഒരു ഡീഹ്യൂമനൈസേഷനായിട്ട്. അപ്പൊ നിങ്ങൾ പിന്നെ മാത്രമല്ല, ഇപ്പൊ ഇത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്ന് പറഞ്ഞു. ആദിവാസികൾ ഇവിടുത്തെ ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. അതാദ്യം മനസ്സിലാക്കുക. അത് ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തു പോകുന്നതാണ്. ഈ ആദിവാസികൾക്കിടയിലെ ജാതി വ്യവസ്ഥയും ഈ ജനറൽ പോപ്പുലേഷന്റെ ജാതി വ്യവസ്ഥയും രണ്ടും രണ്ടാണ്. മാത്രമല്ല, ഇവിടുത്തെ നമ്പൂതിരിയെ തൊട്ട് കഴിഞ്ഞാൽ അവരിലെ പല ആൾക്കാർക്കും കുളിക്കണം. അവിടെയുണ്ട് ജാതി വ്യവസ്ഥ, പക്ഷെ അത് ഇതല്ല. ഈ നമ്പൂതിരി അല്ല അവിടെ, അല്ലെങ്കിൽ ബ്രാഹ്മണനല്ല അവിടെ ഈ ജാതി ശ്രേണിയിൽ മുകളിൽ വരുന്നത്. അതുകൂടി മനസ്സിലാക്കുക. ഇത് ഒരു വിഷയമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ഒക്കെ അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനും ഒക്കെ ആയിട്ട് ആളുകൾ ഉന്നയിക്കുന്നതാണ്. ഇതൊക്കെ നിർത്തേണ്ട കാലമായി നമ്മുടെ നാട്ടിൽ. തീരെ അന്ധകാരം പിടിച്ച മനസ്സുകളാണ് ഇതിനകത്തൊക്കെ. ഓരോരുത്തരും എല്ലാത്തിലും കാണാമല്ലോ ജാതി. ഇപ്പൊ തിരിച്ച് മിഠായി കൊണ്ട് കൊടുക്കാൻ പോയ ശിവൻകുട്ടിക്ക് എന്താ പറ്റിയത്? ഞാനതാ വായിച്ചുകൊണ്ടിരുന്നു. തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പോയ ശിവൻകുട്ടി ഇതേ കണക്കൊരു ഉത്തരവ് ഉന്നയിച്ചിട്ട് ആണ് ശിവൻകുട്ടിയെ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പോയത്. അല്ല, ഇതേ കണക്കൊരു അഭിപ്രായം പറഞ്ഞിട്ട് വെച്ചാൽ അവൻ ജാതി ബോധം കൊണ്ടാണ് മേശപ്പുറത്തിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് പോയതാണ്. ആർക്കും ഇതിപ്പോ നിങ്ങൾ ഒരാളുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സ്വയം മാലാക ചമയുകയാണ്. വളരെ മോശമായ കാര്യമാണ്. നിങ്ങളങ്ങനെ പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാം തന്നെ നിങ്ങൾ വർണ്ണവിവേചനം കണ്ടെത്താം, ജാതീയത കണ്ടെത്താം. പലരും ജാതി അറിയാത്തതുകൊണ്ടാണ് ജാതി വീഴാത്ത ആളുകൾ. നിറം, നിങ്ങൾ അങ്ങനെ ആ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇന്ന നിറക്കാരോടുള്ള ഇതാണെന്ന് പറയാം. ഇതൊക്കെ ഒരു ബേസിക്കലി ഒരു വളരെ ഡേർട്ടി പൊളിറ്റിക്സ് ആണ്. ചില അരികും മൂലയൊക്കെ പിടിച്ച് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു രീതി അതിനകത്തൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കി കിടക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ മൈലേജ് ഈ ആരോപണം ഉന്നയിക്കുന്നതിന് കിട്ടും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിരാകരിക്കേണ്ടത് സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ശിവൻകുട്ടി ഒന്ന് കളിച്ചു നോക്കിയാണ് ആ കാർഡ് എടുത്ത്. എന്തായാലും ശിവൻകുട്ടിക്ക് ഇന്ന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അതേ കാർഡ് വെച്ച് ജാതിക്കാർഡ് ഇറക്കുന്നവനെ ജാതിക്കാർഡ് കൊണ്ട് തന്നെ നേരിടപ്പെടും എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ പോയി നോക്കിയാൽ മതി.